ഭാഗ്യത്തിന് ഈ ബോഡി അതുപോലെ ഇരിപ്പുണ്ട്. ഭയങ്കരമായിട്ടുള്ള അത്ഭുതമാണ്. കാരണം അമ്മയുടെ ഒരു ശക്തി എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. 2 വർഷമായിട്ട് ഒരു ബോഡി അങ്ങനെ നിൽക്കുന്നത്, ഒരു ബോഡി അങ്ങനെ ഇതുവരെ ദ്രവിച്ച് കാണുന്നത് ആദ്യമാണ്. അമ്മ അങ്ങനെ ഒരു എന്താണ് ദൈവമായിട്ടുള്ള ഒരു രീതിയിലാണ് അമ്മ ജീവിച്ചു പോകുന്നത്. ആ ഒരു ശക്തിയാണ് ഈ ബോഡി ഇങ്ങനെ കണ്ടെന്നാണ് ഞങ്ങൾ. മകൾ സൗമ്യയ്ക്ക് കൂട്ടുകിടക്കാൻ പോയ അമ്മ പ്രസന്ന ട്രെയിനിടിച്ച് മരിച്ചു എന്ന വാർത്തയാണ് മക്കളായ സന്തോഷ് സൗമ്യയും കേൾക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്ത. ഒരുപാട് ദുരൂഹതകളുണ്ടായിരുന്നു ആ മരണത്തിന്. പ്രസന്നയുടെ ശരീരത്തിൽ കണ്ട പരിക്കുകൾ തന്നെ സംശയം ജനിപ്പിച്ചു. ട്രെയിനിടിച്ചുണ്ടാകുന്ന മുറിവല്ല ശരീരത്തിലുണ്ടായിരിക്കുന്നത്, ആരോ തലക്കടിച്ച് കൊലപ്പെടുത്തിയതുപോലെയുള്ള മുറിവുകൾ. മക്കളായ സൗമ്യയ്ക്കും സന്തോഷിനും ഉറപ്പായിരുന്നു അത് ചെയ്തിരിക്കുന്നത് സൗമ്യയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ തന്നെയാണെന്ന്. സൗമ്യയും ഭർത്താവിൻ്റെ വീട്ടുകാരും തമ്മിൽ സ്വത്തിനെ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. ആ കേസ് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അതിൽ വൈരാഗ്യം പൂണ്ട സൗമ്യയുടെ ഭർത്തൃ വീട്ടുകാർ പ്രസന്നയെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നാണ് മക്കൾ വാദിക്കുന്നത്. ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കെ പ്രസന്നയുടെ മൃതശരീരം അടക്കി. എന്നാൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തെ തുടർന്ന് 2 വർഷത്തിന് ശേഷം മൃതദേഹം പുറത്തെടുത്തപ്പോൾ സർവരും ഞെട്ടി. 2 വർഷം മുമ്പ് അടക്കിയ മൃതദേഹത്തിന് ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ മൃതദേഹം 2 വർഷം മുമ്പ് കണ്ട അതേപോലെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാർക്കും എളുപ്പമായി. പക്ഷേ എന്തുകൊണ്ടാണ് മൃതദേഹം അഴുകാതിരുന്നത്? സത്യം തെളിയിക്കാൻ പ്രസന്നയുടെ ആത്മാവ് ഇപ്പോഴും ഉണ്ടെന്ന വിശ്വാസത്തിലാണ് മക്കൾ. ആ മക്കളുടെ പോരാട്ടം ഇങ്ങനെയാണ്. ഇത് കിടക്കുന്നത് എൻ്റെ അമ്മയാണ്. 2 വർഷം നമ്മൾ ഈ ബോഡി വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു 6 ദിവസം മുമ്പാണ് ഇത് റീപോസ്റ്റ്മോർട്ടം ഇത് ചെയ്തത്. അമ്മയെ ചെയ്തൊരു കൊലപാതകമാണ് ഞങ്ങൾ 100% വിശ്വസിച്ചുകൊണ്ട് ആണ് ഈ ബോഡി ഇങ്ങനെ വെച്ചിരുന്നത്, ആ പോസ്റ്റ്മോർട്ടം ചെയ്തേക്കുന്നത്. ഈ അമ്മേനെ ആരാണോ കൊന്നത് അത് നമുക്കറിയാം. അത് നിയമത്തിൻ്റെ ഉള്ളിൽ നിയമപരമായിട്ട് കൊണ്ടുവന്ന് അത് തെളിയിക്കുന്നവരെ നമ്മൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇവരൊരു ആത്മഹത്യ അല്ലെങ്കിൽ ട്രെയിൻ തട്ടി ഒരു ആക്സിഡൻ്റ് ആക്കി ഇവർ അവരുടെ പൊളിറ്റിക്കൽ പവറും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ച് ഇവർ ഹോൾഡ് ചെയ്ത് ഇത് സാധാരണ ഡെത്താക്കി വെച്ചേക്കും. പക്ഷേ ഇത് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മാത്രമേ ഇത് അറിയാവുള്ളൂ. ഇത് പബ്ലിക്കിൽ കൊണ്ടുവരാം. അതിനാണ് ഞങ്ങൾ ഇത്രയും 2 വർഷം കൊണ്ടുള്ള ഞങ്ങൾ ഓട്ടമാണത്. 2 മക്കളും ഞാൻ ഈ 2 വർഷം കൊണ്ട് കാരണം വെച്ചാൽ എറണാകുളം ഓരോ അഡ്വക്കേറ്റിനെ കാണാനായിട്ട് ഞങ്ങൾ 2 ദിവസമൊക്കെയാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ ബാക്കിലോട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നിലനിൽക്കെ തന്നെ സഹോദരിയുടെ ഒരു പ്രശ്നമുണ്ട്. സഹോദരിയും സഹോദരി ഹസ്ബൻഡ് ആൾക്കാരുമായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു സ്വത്ത് തർക്കത്തിൽ. ഇത് നേരത്തെ തന്നെയുള്ള കുടിപ്പകയാണ്, അല്ല പെട്ടെന്നുണ്ടായതല്ല. അന്ന് തൊട്ടുള്ള കുടിപ്പകയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, കൂട്ടുകിടക്ക ഇവിടെ നിന്ന് പോവാണ്. കാരണം ഇവിടെ അമ്മ പോവാണ് 28-ാം തീയതി പോവാണ്. അദ്ദേഹം മരിച്ച് അടക്കം പലപ്പോഴും പോവാറുണ്ട്. പോയിട്ട് ഈ ലാസ്റ്റ് 5 വർഷം കൊണ്ട് അമ്മ പോലെ 28-ാം തീയതി പോയിട്ട് 29-ാം തീയതി രാവിലെ വന്നിട്ടുണ്ട്. അതേപോലെ 29-ാം തീയതി വൈകുന്നേരം പോയിട്ട് 30-ാം തീയതി രാവിലെ വന്നിട്ടുണ്ട്. ഈ 30-ാം തീയതി വൈകുന്നേരം അവിടെ ചെല്ലുമ്പോഴാണ് ഈ കാണുന്നത്, ഈ മിസ്സാവുന്നത്. 6:48 ആയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങ് എത്തണോറെ വിളിക്കും, അത് കഴിഞ്ഞിട്ടും വിളിക്കും. 28-ാം തീയതി 29-ാം തീയതി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ 30-ാം തീയതി വിളിയിൽ ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഇവിടെ നല്ല തിരക്കാണ്, ഓണത്തിരക്കാണ്. അന്ന് 7-ാം തീയതി ഓണമാണ്. വണ്ടി ഇങ്ങനെ നല്ല ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷ കുറവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടായി. പിന്നെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഓഫായി. അപ്പോൾ ഈ CCTV ഇറങ്ങിയ CCTV കാണുന്നുണ്ട്. അമ്മ നടക്കുമ്പോഴത്തേക്ക് 2 പേര് വന്ന് ഹെൽമെറ്റ് വെച്ച് 2 പേര് ക്രോസ് ചെയ്ത് നിൽക്കുന്നു. ക്രോസ് ചെയ്യുന്നപ്പോൾ അമ്മ പെട്ടെന്ന് ഇങ്ങനെ സ്ട്രക്കായി നിൽക്കുന്നു. സ്ട്രക്കായിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു സന്ധ്യയായി ഡാർക്കായി, മഴ പെയ്യുന്നുണ്ട്, കുട പിടിച്ച് ഒരു 2 പേര് വന്ന് ക്രോസ് ചെയ്ത് നിർത്തുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് വയസ്സായ സ്ത്രീയാണ്, പേടി വന്നിട്ട് പിന്നെ മൂവ് ചെയ്യുന്നത് പേടിച്ചിട്ടാണ്. അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അടുത്ത ക്യാമറ ചോദിച്ചിട്ട് ഇവർ തരുന്നില്ല, പോലീസ് തരുന്നില്ല. അമ്മ അപ്പുറത്തൊരു ഇവർ തന്നത് ലാസ്റ്റ് അമ്മയുടെ ബോഡി കിടന്ന സ്ഥലത്തേക്ക് എൻ്റെ സഹോദരിയുടെ പോകുന്ന ഗേറ്റിലേക്കുള്ള ഒരു ക്യാമറയുണ്ട്, 2 ക്യാമറ. ആ ക്യാമറ തന്നിട്ടുണ്ട്. ഈ ഇറങ്ങിയ അമ്മ അവിടെ എത്തുന്നില്ല. ഞങ്ങൾ 5 മണി തൊട്ട് 7 മണി തൊട്ട് രാത്രി 1 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ എത്തിയിട്ട് ആൾ അവിടെ എത്തുന്നില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങിയ അമ്മയ്ക്ക് ഇതിനിടയ്ക്ക് വെച്ച് എന്തോ ട്രാപ്പ്, ഈ ട്രാപ്പ് പോലീസ് തരുന്നില്ല. അവർ പറയുന്നതാണ് ട്രെയിൻ അടിച്ചത്. ട്രെയിൻ അടിച്ചാലാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ പറയണ്ടേ ഇത് ട്രെയിൻ തട്ടിയാണ്, വേറെ ഒന്നുമില്ല എന്ന് എഴുതണ്ടേ? എഴുതിയില്ല. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പല തെളിവ് അവർ തന്നെ നിരത്തി തന്നെ. അവസാനം ഇപ്പം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആത്മഹത്യയും അല്ല, കൊലപാതകവും അല്ല. ട്രെയിൻ ഇടിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാൻ കാര്യം ഈ ഇഞ്ചുറീസിന്റെ പ്രശ്നം. കാരണം ഹെഡിൽ ഒരു ഇഞ്ചുറി, അത് എന്തോ കൊണ്ട് ഹെവി ആയിട്ടുള്ള എന്തോ സാധനം കൊണ്ട് അടിച്ച് പൊട്ടിച്ചതാണ്. ഒരു ഇഞ്ചറിയും ബാക്ക് ഒന്നുമില്ല. ഇതേപോലെ സാരീരം ഞൊറിവ് വരെ അങ്ങനെ കൃത്യമായിരിക്കുന്നത്. ഈ കൊണ്ടുപോയ സാധനങ്ങൾ കുറേ ലേസ്, കപ്പലിൻ്റെ കടയിൽ കുട്ടിയൊക്കെ അതൊക്കെ മേടിച്ചുകൊണ്ട് പാലൊക്കെ മേടിച്ചുകൊണ്ട് ഇതെല്ലാം ഇതിനോട് കൂടി കിടക്കുക. മൊബൈൽ ഉൾപ്പെടെ അടുത്ത് കിടക്കുമ്പോൾ 1 രൂപ കോയിൻ പോലും പോയിട്ടില്ല. ഈ ബാറ്ററി, മൊബൈലിൻ്റെ ബാറ്ററി
അതിൽ മിസ്സായിട്ടുണ്ട്. മോഷണം പോയിരിക്കുന്ന മൊബൈലിൻ്റെ ബാറ്ററി മാത്രമാണ്. ബാക്കിയെല്ലാം ഈ ഇത്രയും മഴ വെളുക്കുന്നതുവരെ മഴ പെയ്തിട്ട് നനയാതെ കിടക്കുവാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അമ്മ പോയ 6:47 ഇറങ്ങിയ അമ്മ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന കാണുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത ക്യാമറ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, കോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ഇടിക്കും? പറന്ന് പോയി കഴിഞ്ഞാൽ ഇടിക്കാൻ പറ്റില്ല, കാരണം ട്രെയിൻ പാസ് ചെയ്ത് പോയി കഴിഞ്ഞു, ഗേറ്റ് ഓപ്പണുമാണ്. പിന്നെ എന്തിനാ എങ്ങനെ ട്രെയിൻ ഇട്ട്? ഏത് ട്രെയിൻ? അവർക്ക് ട്രെയിനില്ല. ഏത് ട്രെയിനാണ് തട്ടിയെന്ന് റെയിൽവേക്ക് അറിയാം, റെയിൽവേ അറിഞ്ഞിട്ടില്ല. റെയിൽവേ അറിയാതെ കൊണ്ടുപോയി ഇവർ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കൊണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ഏത് ട്രെയിനാണ് തട്ടിയത്, എത്ര മണിക്കുള്ള ട്രെയിൻ, ട്രെയിനിൻ്റെ നമ്പർ, ആരാണ് കണ്ടത്? ദുരൂഹ സാഹചര്യം 2 പേര് ഈ ബോഡി കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ വന്നായിരുന്നു ബോഡി. അവരെ കള്ള അഡ്രസ്സും ഇതുമാണ് എഴുതിയിരിക്കുന്നത് ഈ പോലീസ്. ഇൻക്വസ്റ്റ് എന്ന് പറയുന്ന മഹസർ എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഫ്രോഡ് രീതിയിലാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഫുള്ള് ഫേക്കാണ്. എന്നെ കൊല്ലാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയോട് ചോദിച്ചാൽ അമ്മയെന്ന് വെച്ചാൽ അങ്ങനെയാണ്. കാരണം വെച്ചാൽ അമ്മയെന്ന് വെച്ചാൽ നമുക്ക് അമ്മേനെ കൊന്നു കഴിഞ്ഞാൽ നമ്മളെ എവിടെ അല്ല എല്ലാവർക്കും അറിയാം. അമ്മയിൽ മാത്രം പോയെന്ന ഒരു ഫാമിലിയാണ് നമ്മളെ 2 ഫാമിലി. അമ്മയില്ലാന്ന് പറഞ്ഞാൽ നമ്മളില്ല. ഇപ്പൊ 0 ആണ് നമ്മൾ. എന്നുവെച്ചാൽ അന്ന് 2 വർഷമായി നമ്മളെ ജീവിതത്തിന്റെ ഗ്രാഫ് ഇങ്ങനെ കിടക്കുകയാണ്. അതെ, അതുകൊണ്ടാണ് നടക്കിയത് സാറേ. നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മോശമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് അല്ലാതെ നമുക്ക് സംശയമുണ്ട്. നമ്മൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ 9 ദിവസം ഈ ബോഡി വെച്ചിരുന്നു. എന്നിട്ട് ഇവർ റിസൾട്ട് തന്നില്ല. അന്ന് ഈസിയാണ്. ഫസ്റ്റ് റിസൾട്ട് കിട്ടിയാൽ ഉടൻ തന്നെ അടുത്ത പോസ്റ്റ്മോർട്ടം ചെയ്യാം. പ്രൊസീജിയർ കുറവാണ്. അടക്കം ചെയ്ത് കഴിഞ്ഞാൽ RDO അങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. ഇപ്പോൾ 2 വർഷം എടുത്തു ഈ ബോഡി റിലീസ് ചെയ്ത് റീപോസ്റ്റ്മോർട്ടം ചെയ്യാം. അന്ന് ഈസി ആയിരുന്നു. അതേപോലെ നമുക്കറിയായിരുന്നു ഇതൊന്നും തന്നെ ചെയ്യേണ്ടി വരും. നമുക്കറിയാം. ഒന്നും ചെയ്തിട്ടില്ല. പല ഭാഗ്യത്തിന് ഈ ബോഡി അതുപോലെ ഇരിപ്പുണ്ട്. അത്ഭുതമാണ്. നമ്മൾ അതിന്റെ മുകളിൽ പട്ട് വിരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ചെറിയ ഹോൾ പോലും വേണ്ടി അതുപോലെ ഇരിപ്പുണ്ട്. ഭയങ്കരമായിട്ടുള്ള അത്ഭുതമാണ്. കാരണം അമ്മയുടെ ഒരു ശക്തി എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കൃത്യമായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോവിഡിന്റെ ഇഞ്ചക്ഷൻ എടുക്കാത്ത അമ്മ മാത്രമേ ഉള്ളൂ. ഈ TV സീരിയൽ കാണുന്നത് ഹോബിയാണ് അമ്മയ്ക്ക്. സീരിയൽ കാണുമ്പോൾ അടി കൂടുമ്പോൾ ഇവരിങ്ങനെ കണ്ണുകുത്തിയിരിക്കും. അടിയും പിടിയൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ള അമ്മയെ ഈ കിരാതന്മാർ കൊണ്ടുപോയി എന്താണെന്നാലും ആ ഒരു അരമണിക്കൂറെങ്കിലും അവ അനുഭവിക്കില്ലേ? അപ്പൊ എന്തൊരു മാനസിക പീഡ അനുഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ അമ്മ ദൈവഭക്തിയാണ്. അതായത് അമ്മ മാംസാഹാരങ്ങളൊന്നും കഴിക്കില്ല. ജനിച്ചപ്പോൾ മുതൽ കഴിക്കാത്ത ആളാണ്. പിന്നെ എത്രയോ വർഷങ്ങളായി അമ്മ അങ്ങനെ ഒരു ദൈവമായിട്ടുള്ള ഒരു രീതിയിലാണ് അമ്മ ജീവിച്ചു പോകുന്നത്. ആ ഒരു ശക്തിയാണ് ഈ ബോഡി ഇങ്ങനെ കണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു കുഴപ്പമില്ല, ഒരു സ്മെല്ലോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അന്ന് എങ്ങനെയാണോ ബോഡി കൊണ്ട് വെച്ചത് അതുപോലെ മോശം കിട്ടാൻ വേണ്ടി അന്ന് ചെയ്യേണ്ടതാണ്. ഒരുപാട് വിശ്വസിച്ച് പോകുന്ന അനുസരിച്ച് ഉള്ള ഒരു കർമ്മം. അന്ന് തന്നെ ബന്ധുക്കൾ പറഞ്ഞത് അവർക്ക് ഇതിനെക്കുറിച്ച് സീരിയസ്നെസ് അറിയില്ല. എന്തിനാ ഇങ്ങനെ ബോഡി വെച്ചേക്കണം, മോശം കിട്ടില്ല, മോശം കിട്ടില്ല. ഞങ്ങൾക്ക് ഒരുപാട് പഴി കേട്ടെന്ന്. എന്തിനിവിടെ കൊണ്ടുവച്ചേക്കുന്നത്, എന്തിനിവിടെ കൊണ്ടുവച്ചേക്കുന്നത്, മോശം കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട്. ഈ തെളിയണം, ഉറപ്പായിട്ട് ഇതിന്റെ അപ്പുറം കണ്ട് തീർച്ചയായിട്ടും അവസാനം കണ്ടേ അടങ്ങും. കാരണം എന്ന് വെച്ചാൽ ഈ അമ്മയുടെ മരണത്തോടു കൂടി ഞങ്ങൾ 2 പേരെയും ജീവിതമാണ് നശിച്ചിരിക്കും. അന്ന് ഈ അമ്മയുടെ ബോഡി എടുത്തപ്പോഴേ ബോഡി ദഹിച്ചിട്ട് പോലും ഇല്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ബോഡി കണ്ടായിരുന്നോ? ഒരു കുഴപ്പമില്ലായിരുന്നോ? ഒരു കുഴപ്പമില്ല. അതുപോലെ അടക്കിയ പോലെ എന്ത് ബോഡി ഇങ്ങനെ അഴുകാത്ത എന്തായിരുന്നു? ഒരു അനുഭവം തന്നെയാണ്. അത്ഭുതമല്ലേ? അത്ഭുതം. 2 വർഷമായിട്ട് ഒരു ബോഡി അങ്ങനെ നിൽക്കത്തില്ല. ഒരു ബോഡി അങ്ങനെ ഇതുവരേക്ക് ദ്രവിച്ച് കാണുന്നത് ആദ്യമാണ് കാണാതെ അല്ലേ? എന്തായാലും അവർക്ക് ദൈവികത ഉണ്ടെന്ന് ഉറപ്പായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ദൈവിച്ചു പോകേണ്ടതാണ്. ഈ മരണം ഈ കൊലപാതകം സത്യം എന്താണെന്ന് തെളിയിക്കാനുള്ള അതിനുവേണ്ടിയാ പോസ്റ്റ്മോർട്ടത്തിന് പരിപാടി ബോഡി നിന്നത് അല്ലേ? അഴുകി പോയായിരുന്നു പോലീസ് പോലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് അല്ലേ? ഡോക്ടറായിരുന്നാലും പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ട്. അപ്പൊ ഇത് കൊലപാതകൾ പുറത്തുണ്ട് തെളിയാൻ വേണ്ടിയാണ് ബോഡി അഴുക്കും കൂടെ അത് സത്യസന്ധതാണ്.